ഈശ്വര മുഹൂർത്തേന ബ്രഹ്മലോകം ഗഡ്വാങ്ക സമസാദയർ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് ആ ഒരു ഭിക്ഷുവിൻ്റെ കഥ പറയുകയാണ്. എത്രാമത്തെ? ശ്രീ ഭഗവാൻ ഉവാച 31. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ. ഭഗവാൻ പറയുകയാണ്, ഒരു ദ്വിജനുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ദ്വിജത്വം നേടി സന്തോഷകരമായി ജീവിക്കാൻ പഠിച്ചതെന്ന്. ഭിക്ഷയാചിച്ച് നടന്ന അദ്ദേഹം ഭിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പോലും അത് കഴിക്കാൻ കഴിയാതെ ആൾക്കാർ അദ്ദേഹത്തെ ദ്രോഹിച്ചു. വളരെ ആ ലഭിച്ച ഭിക്ഷയിൻ്റെ അകത്ത് മൂത്രമൊഴിക്കുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ഒക്കെ ചെയ്ത് വളരെയേറെ കഷ്ടപ്പെട്ട് അദ്ദേഹം പെട്ടെന്ന് ആ സത്യം മനസ്സിലാക്കുകയാണ്. താൻ തന്നെയാണ് തൻ്റെ സന്തോഷത്തിനും തൻ്റെ ദുഃഖത്തിനും കാരണം, പുറത്തുള്ളവരല്ല എന്ന് മനസ്സിലാക്കി ആ ഭിക്ഷു തൻ്റെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ ഒരു ഗീതമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഭഗവാൻ ഉദ്ധവർക്ക് എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് നാം ദുഃഖിക്കുന്നതും ദുഃഖിക്കാത്തതും. നമ്മൾ സ്വന്തം പല്ലുകൊണ്ട് നാവിനെ കടിച്ചിട്ട് എങ്ങനെയാണോ വേദനിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇത്രയും നല്ലൊരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ, ആ ഭഗവാന്റെ അംശം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അത് മനസ്സിലാകാതെ നമ്മൾ പുറത്ത് ഭഗവാനെ അന്വേഷിച്ചിട്ടും പുറത്ത് മറ്റുള്ള കാര്യങ്ങൾ തേടിയും ഉള്ളിലുള്ള ആ രത്നത്തെ അറിയാതെ, ആ രത്നത്തെ കാണാതെ വ്യസനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം തന്നെ നമ്മെ ഉദ്ധരിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. പുറത്തു നിന്നും സന്തോഷം ലഭിക്കുവാൻ ഉള്ള സാധ്യം ഇല്ല. സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പൂന്താനം പറഞ്ഞതുപോലെ 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹർഷം മതി എന്നും എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ആഗ്രഹങ്ങൾ കിട്ടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആഗ്രഹങ്ങൾ ഇല്ലാതെ ആകുന്ന ആ സ്ഥിതിയിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഭിക്ഷുഗീതയിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അധ്യായം 23 31 ശ്ലോകം മുതൽ ഭഗവാൻ ഭിക്ഷുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ ഉന്മുച്യ ഹൃദയഗ്രന്ഥീൻ ശാന്തോ ഭിക്ഷുരഭൂന്മുനി. സചാര മഹിമേത സംയോദാൽമേന്ദ്രിയാനില ഭിക്ഷാർത്ഥം ഗ്രാമാനാം സംഘോ ലക്ഷിതോ വിശത്. ഭിക്ഷയെടുക്കാനായി നഗരഗ്രാമങ്ങളിലേക്ക് ആ ഭിക്ഷു സഞ്ചരിച്ചുകൊണ്ടിരുന്നു. തം വൈ പ്രവൈ സംഭിക്ഷും അവധൂതം സജ്ജന ദൃഷ്ട്വാ പര്യഭവൻ ഭദ്ര ബഹ്വീഭി പരിഭൂതിഭി. ചിത്രിവേണു ജഗ്രൂരേഗേ പാത്രം കമണ്ഡലു പീഠം ചൈകേക്ഷ സൂത്രം ച കന്ഥാം ചിരാണി കേചന. ഓം ശ്രീകൃഷ്ണായ നമഃ. പ്രധായച്ച പുനഃസ്ഥാനി ദർശിതാന്യത ദുർമനെ അന്നം ച ഭൈക്ഷ്യ സമ്പന്നം ഭുഞ്ജാനസ്യ സരിത്തടേ. മൂത്രയന്തി ച പാപിഷ്ഠ ഷ്ടിവന്ദ്യസ്യ ച മൂർധനി യദവാചം വാജയന്തി താടയന്തി ന വിക്തി ചേ. ആ കിട്ടുന്ന ഭിക്ഷയിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. തർജയന്ത്യപരേ വാഗ്ഭീർ സ്തനോയമിതി വാദിന ബധ്നന്തി രജ്വാ തം കേചിത് ബദ്ധ്യതാം ബദ്ധ്യതാമിതി. ക്ഷിപ്യന്തികേവ ജാനന്ത യേഷ ധർമ്മധ്വജസ്സട ക്ഷീണവിത്ത ഇമാം വൃത്തിം അഗ്രീത്സോ ജനോജിത. ഓം ശ്രീകൃഷ്ണായ നമഃ. അഹോ യേശ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധ്യേത്യർത്ഥം ഭഗവത് ദൃഢനിശ്ചയ. ഇത്യേകവേ സന്ധ്യേനേകമേഘേ ദുർവാദയന്തി ച തം ബബന്ധോർനിരുർധൂർ യഥാ ക്രീഡന്യകം ദ്വിജം. ഏവം സഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ചയേത് ഭോക്തവ്യം ആത്മനോദിഷ്ടം പ്രാപ്തം പ്രാപ്തമബുദ്ധ്യത. പരിഭൂത ഇമാം ഗാഥാം അഗായത നരാധമേ പാദയൽഭി സ്വധർമ്മോസ്ത ധൃതിമാസ്തായ സാത്വകി. ദ്വിജോവാച നായം ജനോ മേ സുഖദുഃഖഹേതുർ ന ദേവതാത്മാ ഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യ. ദേവതകളോ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളോ ഒന്നുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സ് മാത്രമാണ് എന്നാണ് ഭിക്ഷു പറയുന്നത്.
മനോഗുണാൻ വൈസൃജതേ ബലീയ തദസ്തകർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാന്യലോഹിതാനി തേഭ്യ സവർണാ ശ്രുതിയോ ഭവന്തി. അനീഹ ആത്മാ മനസാ സമീഹത ഹിരൺമയോ മത്സക ഉദ്വിചഷ്ടേ മനസ്വലിംഗം പരിഗൃഹ്യ കാമാൻ ജുഷന്നിബദ്ധോ ഗുണസംഗതോസോ. ദാനം സ്വധർമ്മോ നിയമോയമച്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹ ലക്ഷണാനന്ദ ലക്ഷണാന്ത പരോ ഹി യോഗോ മനസാ സമാധി. സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാദിഭിഃ കിം വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യത് ദാനാദിഭിശ്ചേദ പരം കിമേഭി. മനോവശ്യേന ഹി ഭവൻ സ്മ ദേവ മനശ്ച ജ്ഞാനസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസഹ്യാൻ ഉജ്യാതു വശേതം സഹി ദേവദേവ. തം ദുർജയം ശത്രുമസഹ്യ വേഗ മരുന്തുതം തന്ന വിജിത്യ കേചിത് കുർവന്ത്യ സദ്വിഗ്രഹമത്രമർത്തേ മൃത്യാണുദാസീനരിപൂൻ വിമൂഢ. ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്തധിയോ മനുഷ്യ യേഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി. ജനസ്തു ഹേതു സുഖദുഃഖയോശ്ച കിമാത്മനശ്ചാത്ര ഭൗമയോസ്തദ് ജിഹ്വാം ക്വചിത് സംദശതി സ്വതദ്ഭി തദ്വേദനായാം കഥമായ കുപ്യേത് ജിഹ്വ. അതായത് നാവ്, പല്ല് നാവിനെ കടിച്ച് വേദനയുണ്ടാക്കുന്നതുമാതിരിയാണ് നാം നമ്മുടെ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഭിക്ഷു ഉറപ്പിച്ചു പറയുകയാണ്. ദുഃഖസ്യ ഹേതുരിതി ദേവദാസ്തു കിമാത്മനസ്തത്ര വികാരയോസ്തദ് യദംഗമംഗേന നിഹന്യതേ ക്വചിത് ക്രുദ്ധ്യേത കസ്മൈ പുരുഷസ്വദേഹേ. ആത്മാ യദി സ്യാത് സുഖദുഃഖഹേതു കിമന്യതസ്തത്ര നിജസ്വഭാവാ ന്യഹ്യാത്മനോ യദി തന്മൃഷാ സ്യാത് ക്രുദ്ധ്യേത കസ്മാന സുഖം ന ദുഃഖം. ഗ്രഹാനിമിത്തം സുഖദുഃഖയോ ചേത് കിമാനാത്മനോ യസ്യ ജനസ്യ തേ വൈ ഗ്രഹേ ഗ്രഹൈസൈവ വദന്തി പീഡാം ക്രുദ്ധ്യതേ കസ്മൈ പുരുഷസ്തനോന്യേ. കർമ്മസ്തു ഹേതു സുഖദുഃഖയോശ്ചേത് കിമാത്മനസ്തദ്ധി ജഡാജഡത്വേ ദേഹസ്ത്വചിത് പുരുഷോയം സുപർണ ക്രുദ്ധ്യേത കസ്മൈ നഹി കർമ്മമൂലം. കാലസ്തു ഹേതു സുഖദുഃഖയോ ചേത് കിമാത്മനസ്തത്ര തദാത്മഗോസൗ നാഗ്നേർഹിത്താപോ നാഹിമസ്യ തസ്യാത് ക്രുദ്ധ്യേത കസ്മൈ ന പരസ്യ ദ്വന്ദ്വം. ന കേനചിത് ക്വാപി കഥഞ്ജനസ്യ ദ്വന്ദ്വോപരാഗ പരദപരസ്യ യദാഹമസംസ്മൃതിരൂപിണ സ്യാത് ദേവം പ്രബുദ്ധോ ന ബിഭേദി ഭൂത്യേ. ഏതാം സ ആസ്തായ പരാത്മനിഷ്ഠാം അധ്യാസിതാം പൂർവതമേർമഹർഷിഭിः അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഗ്രിനിഷേവ. അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഗ്രിനിഷേവയൈവ. ശ്രീ ഭഗവാനുവാച നിർവിദ്യ നഷ്ടദ്രവിണോ ഗതക്ലമ പ്രവ്രജ്യ കാം പര്യടമാനയിത്തം നിരാകൃതോ സദ്ഭിരഭിസ്വധർമ്മ അഗംഭിതോ മുനിരാഹ ഗാദാം. സുഖദുഃഖപ്രദോ നാന്യ പുരുഷസ്യാത്മവിഭ്രമ മിത്രോ ദാസീനരിഭവ സംസാരതമസകൃത. ഇതെല്ലാം സുഖവും ദുഃഖവും എല്ലാം പുരുഷന്മാർ സ്വയം ഉണ്ടാക്കുന്നതാണ്. മിത്രങ്ങൾ, ദാസി, എതിർ ശത്രു എല്ലാം തന്നെ ഈ സംസാരത്തിൻ്റെ തമസ്സുകൾ ഉണ്ടുകൊണ്ട് ഉണ്ടാകുന്നതാണ്. തസ്മാ സർവാത്മനാഥാത നിഗൃഹാണ മനോധിയ മയ്യേവേശിതയാ യുക്ത ഏതാവാൻ യോഗസംഗ്രഹ ഏതാം ഭിക്ഷുണാ ഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിത ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വേനാവാഭിഭൂയതേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ഏകാദശസ്കന്ധേ ത്രയോവിംശതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്.